ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാസ് നോട്ട്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതായത് SSC RRBക്ക് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ, ഇതിൽ നമ്മൾ തിയറി പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സം ഓഫ് മണി ബിക്കംസ് 5 times itself in 5 years at simple interest. In how many years will it amount to 7 times itself? അതായത് ഒരു പ്രിൻസിപ്പിള് 5 times ആവാൻ 5 വർഷം എടുത്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലാണ് പറയുന്നത്. ഇനി ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ബി amount to 7 times, 7 ഇരട്ടി ആവാൻ, അതായത് പ്രിൻസിപ്പിള് 7 times ആവാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 7 years, 6 years, 6 years 6 months, 6 years 7 years 6 months. ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിത്തിൻ സെക്കൻഡ്സിൽ നമ്മളെക്കാൾ ഫാസ്റ്റായിട്ട് വേറെ ആളും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മളിതിൽ 100 നമ്മളിതിൽ അസ്യൂം ചെയ്യുക, ഒരു വാല്യൂ, ഒരു പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്യുക. പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്യാൻ ഏറ്റവും നല്ല വാല്യൂ ഒരു 100 ആണ്. അപ്പോൾ 100 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ 100 ആണ്. 100 അസ്യൂം ചെയ്തു. 100 അസ്യൂം പ്രിൻസിപ്പിൾ, നമ്മളെ പ്രിൻസിപ്പിൾ 100 ആണ് അസ്യൂം ചെയ്തു. അത് 5 times ആയി. അപ്പോൾ നിങ്ങൾ എന്തായി? 500 ആയി. 5 times പറഞ്ഞാൽ 500 ആയി. അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും? 500 ഇതിപ്പോൾ ഇത് എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾ 100 500 ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി? ഇൻട്രസ്റ്റ് 400. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് 400 ആണ്. ഇൻട്രസ്റ്റ് നമുക്ക് 400 കിട്ടി. ഈ 400 കിട്ടാൻ നമുക്ക് എത്ര വർഷം എടുത്തു? 5 years എടുത്തു. ക്ലിയർ? അപ്പോൾ നമ്മൾ 100 5 times ആയി, 500 ആയി. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് 500ൻ്റെയും 100ൻ്റെയും ഡിഫറൻസ് ആയ 400 ആണ് ഇൻട്രസ്റ്റ്. അത് കിട്ടാൻ 5 years എടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് 7 times. അപ്പോൾ 100 എത്രയാവണം? 100 7 times 700 ആവണം. അപ്പോൾ 700 ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് 100 700 ആവണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം ഇൻട്രസ്റ്റ്? നമുക്ക് കിട്ടേണ്ടത് 600 ആണ് അല്ലേ? ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് 600 ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ലീനിയർ റിലേഷൻ ആണ്. 400 കിട്ടാൻ 5 years, എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 200 കിട്ടാൻ എത്ര വർഷം എടുക്കും? 400 കിട്ടാൻ നമുക്ക് 5 years എടുത്തിട്ടുണ്ട്. 200 കിട്ടാൻ നമുക്ക് എത്ര വർഷം എടുക്കും? നമുക്ക് 2.5 വർഷം എടുക്കും അല്ലേ? 5 വർഷത്തിൻ്റെ ഹാഫ് 2.5 years എടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ 400 കിട്ടാൻ നമുക്ക് 5 years, 200 കിട്ടാൻ നമുക്ക് 2.5 years. അപ്പോൾ നമുക്ക് 600 കിട്ടാൻ എത്ര വരും? നിങ്ങൾ 600 കിട്ടാൻ എത്ര വരും? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? നിങ്ങൾ നോക്കുക, 7.5 വർഷം എടുക്കും അല്ലേ? 7.5 years. 7.5 വർഷം എന്ന് പറഞ്ഞാൽ 7 വർഷവും 6 മാസവും വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. 7 years 6 months ഇതാണ് നമ്മൾ ആൻസർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 100 5 times 500 ആണ്. ഇൻട്രസ്റ്റ് 400 കിട്ടണം. ഇൻട്രസ്റ്റ് 400 കിട്ടാൻ 5 വർഷം. അപ്പോൾ നമുക്ക് 400 ഹാഫ് 200 കിട്ടാൻ നേരെ ഹാഫ് വരും. 5ൻ്റെ ഹാഫ് 2.5 years എടുക്കും. അപ്പോൾ നമുക്ക് 100 7 times 700 ആവണം. അതായത് 600 ഇൻട്രസ്റ്റ് കിട്ടണം. 700 100 ഡിഫറൻസ് ആയ 600 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 600 കിട്ടാൻ എത്ര വർഷം എടുക്കും? 400 5 years, 200 2.5 വർഷം. അപ്പോൾ നമുക്ക് 400 + 200 ആണ് 600. 600 7.5 years എടുക്കും. ഇതാണ് ഇതിൻ്റെ ഇയേഴ്സ് വരും. ഇതിന് റേറ്റ് പേഴ്സൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ അതെങ്ങനെ ചെയ്യാം? 400 കിട്ടാൻ നമുക്ക് എത്ര വർഷം എടുത്തു? 5 വർഷം എടുത്തു. അപ്പോൾ 1 വർഷം കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു വർഷം. അപ്പോൾ 400 നമുക്ക് കിട്ടുന്നത് 5 വർഷമാണെങ്കിൽ 1 വർഷത്തിൽ 400/5 വരും അല്ലേ? 400/5 എന്ന് പറഞ്ഞാൽ 80 വരും അല്ലേ? അപ്പോൾ 80% ആണ് ഇൻട്രസ്റ്റ്. കാരണം 80% ആവാൻ കാരണം പ്രിൻസിപ്പിൾ ഓൾറെഡി 100 ആണ്. 100 നമ്മൾ 80 വരിക എന്ന് പറഞ്ഞാൽ 80% ആണ് വരിക ഇൻട്രസ്റ്റ്. സാധാരണ ബാങ്കിലൊന്നും ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. പ്രോബ്ലത്തിൽ ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ വാട്ട് റേറ്റ് പെർസെൻറ്റ് പെർ ആനം വിൽ എ സം ഓഫ് മണി 4 times in 20 years? ഏത് റേറ്റ് പെർസെൻറ്റേജിലാണ് ഒരു പ്രിൻസിപ്പിൾ 4 times ആവുക 20 years? ഓപ്ഷൻസ് 10 15 20 30. വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. പ്രിൻസിപ്പിൾ 100 അസ്യൂം ചെയ്തു. 100 4 times എത്രയാവണം? 400 ആവണം അല്ലേ? 400. ഇപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടേണ്ടത്? ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് 300 ആണ്. 300 കിട്ടാൻ നമുക്ക് എത്ര വർഷം എടുത്തു? 20 years എടുത്തു അല്ലേ? 300 രൂപ 20 വർഷം കൊണ്ട് കിട്ടി. അപ്പോൾ 1 വർഷത്തിൽ എത്ര കിട്ടും? 1 വർഷത്തിൽ നമുക്ക് എത്ര കിട്ടും? 1 വർഷത്തിൽ നമുക്ക് എത്ര കിട്ടും? 1 വർഷത്തിൽ 1
300/20 മീൻസ് അല്ല കട്ട് ചെയ്താൽ 15 റുപ്പീസാണ് കിട്ടുക. 15 റുപ്പീസ് കിട്ടും. അതായത് നിങ്ങളെ പ്രിൻസിപ്പിൾ 100 ആണ്. അതിൻ്റെ മുകളിൽ 100ൻ്റെ മുകളിൽ നിങ്ങൾക്ക് 15 റുപ്പീസ് പെർ ഇയർ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ റേറ്റ് പെർസെൻറ്റ് എത്രയാണ്? 15% അല്ലേ? ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 15%. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്ന മെത്തേഡിൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ പ്രിൻസിപ്പിൾ 100 എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് റേറ്റ് പെർസെൻറ്റ് കണ്ടുപിടിക്കാൻ കൺവേർഷൻ്റെ ആവശ്യമില്ല. അത് 100ൻ്റെ എത്ര പെർസെൻ്റാണ് 15 നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 15% എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ 15 അല്ലേ? 15% ആണ്. എന്നോട് പറയാം 100 400 ആയി 4 ടൈംസ് അല്ലേ? അപ്പോൾ 300 ഇൻട്രസ്റ്റ് കിട്ടണം. 300 കിട്ടാൻ 20 വർഷം എടുത്തു. അപ്പോൾ ഒരു വർഷം 300/20 അതായത് 15 റുപ്പീസ് കിട്ടും. 15 കിട്ടുന്നത് 100ൻ്റെ മുകളിലാണ്. 100ൻ്റെ എത്ര പെർസെൻറ്റ്? 15%. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 100 എന്തുകൊണ്ട് നമ്മൾ 100 സെറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സം ഓഫ് മണി ബിക്കംസ് 2 times at simple interest at the interest rate of 2% per annum. At what rate percent will it become 5-fold? 5 ഇരട്ടി ആവണമെങ്കിൽ ഏത് റേറ്റ് പെർസെൻ്റ് ആണ്? നേരത്തെ തൊട്ടുമ്പോൾ ചെയ്ത പ്രോബ്ലത്തിന് വേറൊരു വെറൈറ്റിയാണ്. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ഇതും സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ സോൾവ് ചെയ്യാം? ആൻസർ ഓപ്ഷൻസ് നിങ്ങൾ പറയാൻ ശ്രമിക്കൂ. നിങ്ങൾ ഓപ്ഷൻസ് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ആൻസർ അയക്കാം. ഓക്കെ, നമുക്കിത് പറയുന്നത് സം ഓഫ് ബിക്കം 2 times. ഇപ്പോൾ 100 ആണ് പ്രിൻസിപ്പൾ അസ്യൂം ചെയ്തു. 100 എത്രയായി? 100 നമുക്ക് 2 times ഇപ്പോൾ 200 ആണ്. ഇത് നമ്മളെ എമൗണ്ട് ആണ്. 100 പ്രിൻസിപ്പിൾ, 200 എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന റേറ്റ് പെർസെൻറ്റേജ് അല്ലേ? അപ്പോൾ നമുക്ക് 100 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 100 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയത്. 100 കിട്ടുന്ന റേറ്റ് ഏത് റേറ്റിലാണ് 100 കിട്ടുന്നത്? 100 കിട്ടുന്ന 2% റേറ്റിലാണ്. 2% പെർ ആനം റേറ്റിലാണ് 100 കിട്ടുന്നത്. ഇയർ തന്നിട്ടില്ല. ഈ രണ്ട് കേസിലാണ് ചോദിക്കുന്നത് at what rate percent will it become 5-fold? സെയിം ഇയർ തന്നെ 5-fold ആവാൻ എത്ര പെർസെൻറ്റേജ് ആണ്? സെയിം ഇയർ സെയിം ആണ്. ഇയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, അത് സെയിം ഇയർ അല്ലേ? 100 തന്നെ നമുക്ക് എന്താവണം? 5-fold എന്ന് എത്രയാവണം? നമുക്ക് 500 വേണം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര ജനറേറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് നമുക്ക് 100 ആണ്. 100 അല്ല 400 ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഇയർ മാറ്റാൻ പാടില്ല. ഇവിടെ ഫസ്റ്റ് കേസിൽ ഇയർ n ഇയേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെയും n ഇയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് മാറ്റാതെ, അതായത് ഇയർ മാറ്റാതെ നമുക്ക് 200 സ്ഥാനത്ത് 500 ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. സെക്കൻഡ് കേസിൽ വരുന്നത് 400 ആണ്. എന്നാൽ മാത്രമേ 5 times ആവുള്ളൂ അല്ലേ? 5 times ആവുള്ളൂ. 400 ആണെങ്കിൽ 5 times അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, 100ൻ്റെ സ്ഥാനത്ത് 400 കൊണ്ടുവരണം. ഇയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? 100നെ 400 ആക്കണേ. ജസ്റ്റ് സ്കെയിൽ ചെയ്യുക. എന്ത് ചെയ്യുക? 100നെ 400 ആക്കണേ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആകെ ഓപ്ഷൻ ഇയർ മാറ്റാതെ 100ൻ്റെ സ്ഥാനത്ത് 400 കൊണ്ടുവരണ റേറ്റ് പെർസെൻറ്റ് നിങ്ങൾ അതേപോലെ സ്കെയിൽ ചെയ്തെടുത്താൽ മതി. ഇൻറ്റു 4 എത്ര വരും? 8% പെർ ആനം. അപ്പോൾ 400 വരണമെങ്കിൽ 100ൻ്റെ സ്ഥാനത്ത് 400 വരണമെങ്കിൽ നമ്മൾ റേറ്റ് പെർസെൻറ്റ് എത്ര ആയിരിക്കണം? 8% പെർ ആനം ആയിരിക്കണം. അതായത് ഓപ്ഷൻ ബി ആണ് 8% പെർ ആനം. ക്ലിയർ? നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ നോക്കുക. വളരെ സിമ്പിളാണ്. ലോജിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം കൺവെൻഷണൽ മെത്തേഡിലെല്ലാം സോൾവ് ചെയ്യേണ്ട ഈ ടൈപ്പ് പ്രോബ്ലമൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ certain time a sum becomes 3 times at 5%. At what rate percent of interest the same sum becomes 6 times in same duration? ഇതിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് തൊട്ടുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തമ്മിലെ ഡിഫറൻസ് എന്താ? സെയിം സമ്മിൽ 6 times ആണ്. സെയിം ഡ്യൂറേഷൻ സെയിം തന്നെയാണ്. തൊട്ടുമ്പ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. റേറ്റ് പെർസെൻറ്റ് 5 ആണ് അല്ലേ? ഏത് റേറ്റ് പെർസെൻറ്റാണ് 6 times ആ? പ്രിൻസിപ്പിൾ 6 times ആവാന്ന് ചോദിച്ചത്. നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾ തന്നെ പറ. പ്രിൻസിപ്പിൾ അല്ലേ? ഇപ്പോൾ നമ്മൾ ആദ്യം 100 അല്ലേ? 100 എടുത്തു. 100 നമുക്ക് എന്താവണം? 100 3 times. ഇപ്പോൾ 300 ആവണം. ഓക്കെ, 300 ആവണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര വരണം? ഇൻട്രസ്റ്റ് വരേണ്ടത് 200 ആണ് അല്ലേ? 200 വരുന്നത് ഏത് റേറ്റിലാണ്? 200 വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 5% പെർ ആനം ആണ്. പെർ ആനം. ഇയർ സെയിം ആണ്. n ഇയേഴ്സ് ആണ് എടുക്കുക. സെയിം ഡ്യൂറേഷൻ സെയിം ഇയറിൽ തന്നെ അല്ലേ? അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് നമുക്ക് എത്ര വേണം? 6 times ആവണം. അപ്പോൾ 100 എന്താവണം?
100 നമുക്ക് എന്താവണം 600 ആവണം അല്ലേ. 6 ടൈംസ് ആണ് 600 ആവണം. 600 ആകുമ്പോൾ നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് വരണം 500 വരണം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് 500 വരണം. അപ്പോൾ നിങ്ങൾ ഇയർ സെയിം ഇയർ n ഇയേഴ്സ് തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 200 വരണമെങ്കിൽ 5% പെർ ആനം റേറ്റ് ആയിരിക്കണം. അതേ റേറ്റ് കൊടുത്ത് അപ്പോൾ നിങ്ങൾ 10% പെർ ആനം ആണെങ്കിൽ എന്ത് വരും? 400 വരില്ലേ? നിങ്ങൾ ആലോചിക്കുക 200 വരുന്നത് 5% പെർ ആനമാണ്. ഇവിടെ 5% സ്ഥാനത്ത് 10% പെർ ആനം ആക്കി കഴിഞ്ഞാൽ അവിടെ 200 പകരം 400 വരില്ലേ? അപ്പോൾ 100 വരണമെങ്കിലോ 200 ഹാഫ് ആണ് 100 വരണമെങ്കിൽ 5% ഹാഫ് 2.5% അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു, ആൻസറിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 200 സ്ഥാനത്ത് 500 വരണം. അപ്പോൾ 200 500 സ്കെയിൽ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്കെയിൽ നോക്കാം. നമുക്ക് പല സ്കെയിൽ ചെയ്യുന്ന ഞാൻ ഇവിടെ കളർ മാറ്റി കാണിക്കാം. ഇപ്പോൾ നമ്മൾ 400 വരണമെങ്കിൽ 400 ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 10% പെർ ആനം വരണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇയർ മാറ്റാതെ. അപ്പോൾ 400 പോരാ, നമുക്ക് 100 കൂടെ വേണം. അപ്പോൾ 100 കൂടെ വേണം. 100 കൂടെ വരണമെങ്കിൽ നമുക്ക് ഇത് 2.5% പെർ ആനം വരണം. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ ഇത് നോക്കിയാൽ മനസ്സിലാവും. 200 ഹാഫ് ആണ് 100. അപ്പോൾ 200 ഹാഫ് 100 5% ഹാഫ് 2.5 വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതായത് 400 + 100 അല്ലേ, 500 വരാൻ നമുക്ക് എത്ര വർഷം എടുക്കും? എത്ര വർഷമല്ല, എത്ര % എടുക്കും? 10% പെർ ആനം പ്ലസ് 2.5 അല്ലേ. അപ്പോൾ എത്ര വരും? 12.5% പെർ ആനം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി ആണ്. ഈ രീതിയിൽ ലോജിക്ക് വെച്ച് സ്കെയിൽ ചെയ്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെന്നിൻ്റെ ആവശ്യം വരുന്നില്ല പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമ്മൾ ഈ മെത്തേഡിലാണ് സോൾവ് ചെയ്തത്. കൺവെൻഷണൽ മെത്തേഡ് സോൾവ് ചെയ്താലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല, സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടണം. വിത്തിൻ സെക്കൻഡ്സിൽ പെന്നെടുക്കാതെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് റീസണിങ് അപ്രോച്ച് ഉപയോഗിക്കുക. റീസണിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റീസൺ അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള അപ്രോച്ച് എടുക്കുക. അതാണ് ഉദ്ദേശിച്ച റീസണിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ അപ്രോച്ചിൽ തന്നെ നിങ്ങൾ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോർമുല പോലും നിങ്ങൾ അഡീഷണൽ പഠിക്കാതെ I = PNR എന്ന PNR പെർസെൻറ്റ് ഫോർമുല ഒഴികെ ബാക്കിയൊരു ഷോർട്ട് കട്ട് ഫോർമുല നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ മെത്തേഡ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഫോർമുല ഇല്ലാതെ മെത്തേഡ്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. A certain sum is invested for certain time. It amounts ₹500 at 8% per annum, but when invested 3% per annum, it amounts ₹200. Find the sum. Options A 20, 50, 25, 35. നമ്മൾ ട്രൈ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ ഒരു അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടീസ് ചെയ്താൽ ഒരു ഫോർമുല പോലും ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാം. റെഡി? ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഒരു പ്രിൻസിപ്പിൾ ഇതാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒരു പ്രിൻസിപ്പിൾ 500 ആയി അല്ലേ. ഒരു പ്രിൻസിപ്പിൾ 500 ആയി. എമൗണ്ട്സ് ടു എന്ന് പറഞ്ഞാൽ എമൗണ്ട്സ് ആണ് 500 ആയി. ഈ അല്ലേ ഏത് റേറ്റ് പെർസെൻറ്റിൽ 8% അല്ല 8% പെർ ആനത്തിൽ 8% പെർ ആനം ഇയർ തന്നിട്ടില്ല. ഒരു പ്രിൻസിപ്പിൾ 500 ആയി, എമൗണ്ട്സ് ടു അല്ലേ 500 ആയി. അതേ പ്രിൻസിപ്പിൾ ബട്ട് വെൻ ഇൻവെസ്റ്റഡ് 3% പെർ ആനം 3% ആണെങ്കിൽ നമുക്ക് വരുന്നത് എത്രയാണ് പറഞ്ഞത്? 200 ആണ് വരുന്നത്. അപ്പോൾ 3%-ൽ 200 വരുന്നു, 8% ആണ് 500 ആണ് വരുന്നത്. മനസ്സിലാക്കുക, രണ്ട് കേസിലും ഇയർ സെയിം ആണ്. ഇയർ ഡിഫറെൻ്റ് അല്ല, ഇയർ സെയിം ആണ്. അപ്പോൾ അത് നമ്മുടെ നോട്ട് ചെയ്യാം. ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിൽ കാണിക്കാം. ഇയർ N ഇയർ ആണ് രണ്ട് കേസിൽ. N ഇയർ ഇവിടെ N ഇയർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ റീസണിങ് അപ്രോച്ച് എടുക്കുക. റീസണിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഫസ്റ്റ് കേസിൽ 200-ഉം സെക്കൻഡ് കേസിൽ 500 വരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് സെക്കൻഡ് കേസിൽ 300 അഡീഷണൽ കിട്ടുന്നു? ആ 300ൻ്റെ റീസൺ എന്താണ്? അതാണ് റീസണിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. 300 റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെക്കൻഡ് കേസിൽ 5% ഇൻട്രസ്റ്റ് കൂടുതലാണ്. 5% ഇൻട്രസ്റ്റ് കൂടുതലാണ്. എത്ര കാലം? N ഇയേഴ്സിൽ അല്ലേ. അപ്പോൾ 5% അധികം കിട്ടുന്നത് കൊണ്ടാണ് സെക്കൻഡ് കേസിൽ 300 അധികം കിട്ടുന്നത്. റെഡി? 5% എത്ര വർഷം അധികം കിട്ടും? N ഇയേഴ്സിൽ. അതായത് 5% അധികം കിട്ടും. അതാണ് 300. എന്തിൻ്റെ? പ്രിൻസിപ്പളിൻ്റെ. കാരണം ഇൻട്രസ്റ്റ് കിട്ടുന്നതൊക്കെ പ്രിൻസിപ്പളിൻ്റെ മുകളിലാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനിവിടെ എഴുതാം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക. 5% ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 300 ആണ്. നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റണം. സ്മാർട്ടായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. ഈ കാര്യം നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റണം. 5% എങ്ങനെ കിട്ടി? 3%, മറ്റടുത്ത് 8%. ഇപ്പോൾ ഡിഫറൻസ് 5% ആണ്. രണ്ട് കേസിലും N ഇയേഴ്സ് ആണ്.
ഈ 300 അഡീഷണൽ സെക്കൻഡ് കേസിൽ ജനറേറ്റ് ചെയ്യാൻ കാരണം 5% n years 5% ഓഫ് പി അഡീഷണൽ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ 5% ഓഫ് പി 300 ആണ്. നമുക്ക് 5ഉം 300 കട്ട് ചെയ്തൂടെ? 5ഉം 300 കട്ട് ചെയ്താൽ നിങ്ങൾ പറ കട്ട് ചെയ്ത് എന്ത് വരും? 5ഉം 13 കട്ട് ചെയ്താൽ n% ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും അല്ലേ? റെഡി? n% ഓഫ് പി എന്ന് പറഞ്ഞാൽ 60 കിട്ടും അല്ലേ? 5ഉം 13 കട്ട് ചെയ്തു 60 അപ്പോൾ നമ്മളത് മൈൻഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക. n% ഓഫ് പി എന്ന് പറയുന്നത് 60 ആണ്. ഇതാണ് മനസ്സിലാക്കുക. 5n% ഓഫ് പി 300 ആണ്, n% ഓഫ് പി 60 ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഈ കാര്യം സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇതവിടെ നോട്ടെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് n% ഓഫ് പി 60 കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഫസ്റ്റ് കേസ് ഫസ്റ്റ് കേസിൽ ഈ 200 എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് അല്ലേ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ് അല്ലേ? എമൗണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് കേസിൽ പ്രിൻസിപ്പൽ എത്രയാണ്? പ്രിൻസിപ്പൽ പി ആണ്. ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 3n% ഓഫ് പി ആണ് അല്ലേ? 3n% ഓഫ് പി ആണ് ഇൻട്രസ്റ്റ്. അപ്പം 3n% ഓഫ് ഇവിടെ എഴുതാം. 3n% ഓഫ് പി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 200 കിട്ടും അല്ലേ? 3n% ഓഫ് പി ഇൻട്രസ്റ്റ് 3n% ഓഫ് പി ആണ് വരുന്നത് ഫസ്റ്റ് കേസിൽ. അറിയാത്തൊരു ഞാൻ ജസ്റ്റ് ഇവിടെ ലൈൻ വരയ്ക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പൽ പ്ലസ് 3n% ഓഫ് പി ഈക്വൽ ടു എമൗണ്ട് 200. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് ഇക്വേഷൻ 1 ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം n% ഓഫ് പിയുടെ വാല്യൂ നമ്മളെ കയ്യിലുണ്ട്. n% ഓഫ് പി നമ്മളെ കയ്യിലുണ്ട് അല്ലേ? n% ഓഫ് പി എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ നമ്മൾ നോക്കുക പി ഇൻറ്റു 3 ഇൻറ്റു 60 ഈക്വൽ ടു 200. അപ്പോൾ ഇത് 180 പ്ലസ് പി ഈക്വൽ 200. ഇപ്പോൾ പി ഈക്വൽ ടു 20. എത്ര ഈസി ആയിട്ടുള്ള ആൻസർ കിട്ടി? 20. കുറേ ബുക്സിൽ ഇതിന് ഷോർട്ട് കട്ട് ഫോർമുല കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഫോർമുല പോലും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ റീഡ് ചെയ്യേണ്ട റീസൺ ആലോചിച്ചു. എന്തുകൊണ്ട് ഇവിടെ 300 കിട്ടി? 300 കിട്ടാൻ 3%ഉം 8%, 5% ഡിഫറൻസ് n ഇയേഴ്സിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ 5n% ഓഫ് പി 300 ആണ്. അപ്പം 5ഉം 3ഉം കട്ട് ചെയ്തു. n% ഓഫ് പി 60 ആണ്. റെഡി? n% ഓഫ് 60 നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് എടുക്കുക പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. പ്രിൻസിപ്പൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 3n% ഓഫ് പി ആണ്. കാരണം 3% n ഇയേഴ്സിൽ 3n% ഓഫ് പി ആണ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ n% ഓഫ് പിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം 3 ഇൻറ്റു 60 അല്ലേ? പി പ്ലസ് 3 ഇൻറ്റു 60 ഈക്വൽ 200. അപ്പോൾ പിന്റെ വാല്യൂ 20. എത്ര സിമ്പിളായിട്ട് ചെയ്തു. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്ത ക്വസ്റ്റ്യൻ ചെറിയൊരു മോഡിഫൈഡ് വേർഷനാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: എ certain sum is invested for certain time, it amounts to ₹450 at 7% per annum, but when invested 5% per annum, it amounts to ₹350. Find the time. Time ആണ് ചോദിക്കുന്നത്. n അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 50 years, 60 years, 45 years, 40 years. ദേ സെയിം അപ്രോച്ച്, തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം സെയിം അപ്രോച്ച് അല്ലേ? നിങ്ങൾക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഫസ്റ്റ് ഒരു കേസിൽ 350 വേറെ കേസിൽ 450 വരുന്നു? മനസ്സിലാക്കുക. 100 ഡിഫറൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ട്? 5%ഉം 7%ഉം നമ്മുടെ ഡിഫറൻസ് അല്ലേ? 2% ഓഫ് പി 100 അങ്ങനെ എടുത്തൂടെ? 2n% ഓഫ് പി 100 എന്ന് തുടങ്ങണം. സ്മാർട്ടായിട്ട് സ്റ്റുഡൻസ് അങ്ങനെയാണ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ രണ്ട് ഇക്വേഷൻ എഴുതാം. പി ഈക്വൽ ടു ഫസ്റ്റിൽ എഴുതുന്നത് പി ഈക്വൽ ടു അല്ലേ? എത്ര? 350 ആയി. ഞാൻ ചെറിയ വാല്യൂ ആദ്യം എഴുതുന്നുള്ളൂ. സെക്കൻഡ് കേസിൽ പി എന്തായി മാറി? 450 ആയി മാറി. ഇവിടെ എത്ര വരുന്നു? ഫസ്റ്റ് ഇതിൽ ഒന്നിൽ 5%, രണ്ടാമത്തേൽ 7%. രണ്ടിലും സെയിം ആണ്. ഇയർ സെയിം ആണ് അല്ലെ? ഇയർ സെയിം ആണ്. ഇയർ n ഇയർ ആണ് അല്ലെ? ഇയർ n ഇയർ ആണ്. ഇപ്പം എന്തുകൊണ്ട് 100 അല്ലെ? എന്തുകൊണ്ട് 100 കാരണം ആരാണ്? 2% അധികം കിട്ടുന്നുണ്ട്. എത്ര കാലം? n ഇയേഴ്സിൽ അല്ലെ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2n% ഓഫ് പ്രിൻസിപ്പിൾ ആണ് ഈ 100 എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് 2 കട്ട് ചെയ്തിട്ട് അടുത്ത സെക്കൻഡിൽ n% ഓഫ് പി എന്ന് പറയുന്നത്
50 എന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. n% ഓഫ് പി എന്ന് പറഞ്ഞാൽ 50 ആണ്. റെഡി? n% ഓഫ് പി എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, 2ഉം 100ഉം കട്ട് ചെയ്തു. n% ഓഫ് പി. ഇനി നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ പ്ലസ് ഫസ്റ്റ് കേസിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5n% അല്ല 5n% ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 350 ആണ്. മനസ്സിലാക്കുക. n% ഓഫ് പിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. n% ഓഫ് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാ? 50 അല്ലേ? n% ഓഫ് പിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 50 ആണ്. അപ്പം പ്രിൻസിപ്പൽ പ്ലസ് 5 × 50 250 ഈസ് ഈക്വൽ ടു 350. റെഡി? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രിൻസിപ്പൽ എത്ര? 100. അപ്പം നമുക്ക് ഇതിൽ പ്രിൻസിപ്പൽ 100 കിട്ടി അല്ലേ? പ്രിൻസിപ്പൽ 100 കിട്ടി അല്ലേ? അപ്പോൾ 100 ആണ് പ്രിൻസിപ്പൽ. മനസ്സിലായി? ഇനി കുറച്ച് ഈസിയാണ്. പ്രിൻസിപ്പൽ 100. ഈ 100 എന്തായി മാറി? 350 ആയി മാറി. 350 ആയി മാറി എന്ന് പറഞ്ഞാൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടി? നമുക്ക് 250 ഇൻട്രസ്റ്റ് കിട്ടി. 250 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. റേറ്റ് പെർസെൻറ്റ് എത്രയാ? ഫസ്റ്റ് കേസിൽ 5%. ഇപ്പോൾ 100ന്റെ 5% എത്രയാ? 5 അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് 5 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. അത് 250 ആയാൽ മാത്രമേ അത് 100 + 250 350 ആവുള്ളൂ. അപ്പോൾ 250 ഇപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് ഈക്വൽ ടു 250 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 50 ഇയേഴ്സ്. നമുക്കത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ അതായത് 100 ഇവിടെ പ്രിൻസിപ്പൽ 100 കിട്ടി. അത് 350 ആയി മാറി അല്ലേ? 100 അതായത് 100 350 ആയി മാറി. അപ്പോൾ നമുക്ക് 100 പ്രിൻസിപ്പൽ 100 ആണ് കിട്ടിയിട്ടുണ്ട്. 100 350 എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് 250 കിട്ടി അല്ലേ? ഇൻട്രസ്റ്റ് 250 കിട്ടി എന്ന് പറഞ്ഞ് മനസ്സിലായി. 250 ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് റേറ്റ് പെർസെൻറ്റ് 5 ആണ്. ഇപ്പോൾ 100 ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ എത്ര കിട്ടും? 5% എന്ന് പറഞ്ഞാൽ 5 റുപ്പീസ് കിട്ടും. ഇങ്ങനെ എല്ലാ 5ഉം വന്ന് 5 പ്ലസ് എല്ലാ വർഷവും 5 കിട്ടും. 5 + 5 + 5 + 5 + 5 അങ്ങനെ എല്ലാ 5ഉം ചേർത്ത് 250 ആണോ? അപ്പോൾ 100 + 250 350 ആണ്. അപ്പോൾ 250 വരണമെങ്കിൽ ഓരോ വർഷം 5 ആഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് 250 ആണ്. അപ്പോൾ 250 എത്ര 5 ഉണ്ട് നോക്കിയാൽ പോരെ? 250/5 50 ഇയേഴ്സ്. സിമ്പിൾ അല്ലേ? ആൻസർ 50 ഇയേഴ്സ് ആണ് വരിക. ഓക്കെ, 50 ഇയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. എ സർട്ടൻ സം ഓഫ് മണി അമൗണ്ട്സ് ₹5,000 in 5 years at 10% per annum. In how many years will it amounts ₹6,000 at the same rate? Options 8 years, 6 years, 10 years, 9 years. ഇത് നമുക്ക് വേറൊരു റിവേഴ്സ് അപ്രോച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ? പ്രിൻസിപ്പിൾ തന്നിട്ടില്ല. പ്രിൻസിപ്പിൾ പി ആണ്. പ്രിൻസിപ്പിൾ പി ആണ്. പി നമുക്ക് എന്തായി മാറി? പി നമുക്ക് 5,000 ആയി. 5,000 എത്ര വർഷം കൊണ്ട്? 5 ഇയർ കൊണ്ട് 10% റേറ്റിൽ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റ് ഉണ്ടാവും? 50% വരും അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 50% ഓഫ് പി ആണ്. മനസ്സിലായി അല്ലേ? ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മായ്ക്കാം. ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50% ഓഫ് പി ആണ് അല്ലേ? ഇപ്പോൾ എമൗണ്ട് ഈ 5,000 എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ് അല്ലേ? എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് 50% ആണ്. 50% ഇവിടെ തന്നെ എഴുതാം. 50% ഓഫ് പി അല്ലേ? ഇപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 150% ആണ്. 150% ഓഫ് പി. ഇപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 150% ഓഫ് പി ആണ്. നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ പ്രിൻസിപ്പൾ പി എന്താവണം? 6,000 ആവണം. 6,000 ആവണം. ഏത് റേറ്റിൽ? 10% റേറ്റ് തന്നെ. പ്രിൻസിപ്പൾ 6,000. അപ്പോൾ നമുക്ക് എത്ര അഡീഷണൽ കിട്ടണം? നമുക്ക് അഡീഷണൽ കിട്ടുന്ന കാര്യം നമ്മുടെ യെല്ലോയിൽ എഴുതാം. അപ്പോൾ നമുക്ക് 1,000 ആണ് അഡീഷണൽ കിട്ടേണ്ടത് അല്ലേ? 5,000 + 1,000 ആണ് 6,000. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ റിവേഴ്സ് ചെയ്യാന്ന് പറയാൻ കാരണം ഇതാണ്. 5,000 എന്ന് പറയുന്നത് 150% ഓഫ് പി ആണ്. അപ്പോൾ 5,000 1,000 ആക്കണം. ഡിവൈഡ് ബൈ 5 ആണ്. അപ്പോൾ ഇവിടെയും ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും? ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 150/5 അല്ലേ? എത്ര വരും? 150/5 30% ഓഫ് പി ആണ് വരിക. അപ്പോൾ 1,000 എന്ന് പറഞ്ഞാൽ 30% ഓഫ് പി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 30. ഇപ്പം നിങ്ങൾ പ്രിൻസിപ്പിൾ അപ്പം 1,000 വന്നു കഴിഞ്ഞാൽ 5,000 6,000 മാറുമെന്ന് മനസ്സിലായി അല്ലേ? 1,000 വന്നു കഴിഞ്ഞാൽ 5,000 6,000 ആവും. അപ്പോൾ 1,000 വരണം അല്ലേ? 1,000 വരണം.
1000 എന്ന് പറഞ്ഞാൽ 30% ഓഫ് പി ആണ്. ഈ 30% ഓഫ് പിയിൽ നമുക്ക് റേറ്റ് പെർസെൻറ്റ് അറിയാം. റേറ്റ് പെർസെൻറ്റേജ് നമുക്കറിയാം. റേറ്റ് പെർസെൻറ്റേജ് നമുക്ക് 10% ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം 10% എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30% വരും? ഇൻറ്റു 3 ഇയർ അല്ലേ? അപ്പോൾ നമ്മളെ ആൻസർ 3 ഇയർ അല്ലേ? അപ്പോൾ 1000 വരാൻ 3 ഇയർ എടുക്കുന്നത് മനസ്സിലാക്കുക. 5000 പ്ലസ് 1000 ആണ് 6000. 5000 വരാൻ 5 വർഷം എടുത്തു. അപ്പം 1000 വരാൻ 5000 ആക്കാൻ ഡിവൈഡ് ബൈ 5 സ്കെയിൽ ചെയ്തു. അപ്പം 30% ഓഫ് പി കിട്ടി. 30% ഓഫ് പിയിൽ 10% ആണ് റേറ്റ് പെർസെൻറ്റ്. 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 30% വരിക. അപ്പം 3 ഇയർ എടുക്കും. 1000 വരാൻ 3 ഇയർ എടുക്കും. അപ്പോൾ 5000 വരാൻ ഓൾറെഡി 5 ഇയർ എടുത്തു. 1000 വരാൻ 3 ഇയർ എടുത്തു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 6000 വരെ എത്ര വർഷം എടുക്കും? 5 + 3 8 ഇയേഴ്സ് എടുക്കും അല്ലേ? ഓപ്ഷൻസ് 8 ഇയേഴ്സ് ആണ്. 5 + 3 8 ഇയേഴ്സ്. നിങ്ങൾ പെട്ടെന്ന് 5000 5 ഇയേഴ്സ് 6000 6 ഇയേഴ്സ് എന്ന് പറയാൻ പാടില്ല. അത് തെറ്റായ ആൻസറാണ്. 8 ഇയേഴ്സ് ആണ് എടുക്കുക. മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ആൻസർ 8 ഇയേഴ്സ് ആണ്. 5 ഇയർ പ്ലസ് അല്ലേ? 5 ഇയർ പ്ലസ് 3 ഇയർ, അതാണ് 8 ഇയേഴ്സ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുകൂടെ ഈ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ പ്രയാസങ്ങളും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 5000 പ്ലസ് 1000 ആണ്. 5000 പ്ലസ് 1000 ആണ് 6000 അല്ലേ? 5000 150% ഓഫ് പി ആണെങ്കിൽ 5000 നമുക്ക് 1000 ആകണം. ഡിവൈഡ് ബൈ 5 ചെയ്യണം. അപ്പോൾ 150/5 30%. 150/5 30%. 1000 എന്ന് പറഞ്ഞാൽ 30% ഓഫ് പി ആണ്. മനസ്സിലാക്കുക. 30% ഓഫ് പി ആണ് 1000. അപ്പോൾ നമ്മൾ 30%ൽ നമുക്ക് മനസ്സിലാക്കിയ റേറ്റ് പെർസെൻറ്റ് 10 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10% എത്ര മൾട്ടിപ്ലൈ 30% 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 3 ഇയർ എടുക്കും. 1000 വരാൻ 3 ഇയർ എടുക്കും. 5000 വരാൻ 5 ഇയർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 1000 വരാൻ 3 ഇയർ എടുക്കും. അപ്പോൾ 5 ഇയർ പ്ലസ് 3 ഇയർ 8 ഇയർ ആണ് ഓപ്ഷൻ. ഒരു ഫോർമുല ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A person invested invested all rupees 2,600 at 4%, 6%, 8% per annum at simple interest. At the end of the year, he got same interest in all 3 cases. In the money invested at 4% is, അതായത് ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ 2,600 നിങ്ങൾ സ്പ്ലിറ്റ് ആക്കി 2,600 നിങ്ങൾ 3 പീസാക്കി സ്പ്ലിറ്റ് ചെയ്തു. 3 ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. 3 ബാങ്കിൽ തരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. 4%, 6%, 8%. അങ്ങനെയാണെങ്കിൽ പക്ഷേ എല്ലാ ബാങ്കിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ സെയിം ആണ്. റേറ്റ് പെർസെൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 4% ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥലത്ത് എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഓപ്ഷൻസ് 200, 600, 800, 1200. നിങ്ങൾക്ക് ഇത് ഓപ്ഷൻസ് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യങ്ങളും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളിതൊന്ന് ചെയ്യുന്ന എത്ര നോക്കാം. അപ്പോൾ ഞാൻ ഇത് നോക്കാം. അപ്പോൾ നിങ്ങൾ 2,600നെ നിങ്ങൾ 3 പീസാക്കി. ഞാൻ പാർട്ട് കൊടുക്കുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അല്ലേ? പാർട്ട് 1ൽ 4% റേറ്റ്, പാർട്ട് 2ൽ 6% റേറ്റ്, പാർട്ട് 3 8% റേറ്റ്. എല്ലായിടത്തും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണ്. ഐ ആണെന്ന് വിചാരിക്കാം. ഐ. ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണ്. അങ്ങനെയാണ് P1ൻ്റെ വാല്യൂ 4% കറസ്പോണ്ടിങ് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നാണ് ചോദ്യം അല്ലേ? റെഡി? അപ്പോൾ നമ്മളിത് ഐ ഒക്കെ എടുത്തിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് പ്രയാസമാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഐ വെച്ച് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റ് സെയിം ആയാൽ മതി. നമുക്ക് എത്ര വേണേൽ അസ്യൂം ചെയ്യാം. ഇൻട്രസ്റ്റ് സെയിം ആയ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് അസ്യൂം ചെയ്യാൻ പോകണം. ഇൻട്രസ്റ്റ് അസ്യൂം ചെയ്യുന്ന വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് എങ്ങനെ ആ വാല്യൂ കിട്ടി? ഞാൻ ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാവും. LCM ഓഫ് 4, 6, 8. അതിൽ വലിയ നമ്പർ 8 ആണ്. 8ൻ്റെ നമ്പർ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 24 എന്ന് എടുക്കാൻ കാരണം വെച്ചാൽ 4%, 8% കൊണ്ട് എനിക്ക് കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ LCM ആയ 4ൻ്റെ 6ൻ്റെ LCM 24. അത് വലിയ നമ്പർ നോക്കാം. വലിയ നമ്പർ 8 ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് LCM എടുക്കാം. 24 യൂണിറ്റ് ആണ് ഇൻട്രസ്റ്റ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് അസ്യൂം ചെയ്യാൻ പോകണേ. 24 ഇൻട്രസ്റ്റ് നമ്മൾ 24 യൂണിറ്റ് എന്ന് അസ്യൂം ചെയ്ത് 24 യൂണിറ്റ്. എല്ലായിടത്തും ഇൻട്രസ്റ്റ് സെയിം ആണെന്ന് കണ്ടീഷൻ ഉണ്ട്. 24 നിങ്ങൾ നോക്കുക. 24/4 24/4 എന്ന് പറഞ്ഞാൽ 6 വരും. 24/6 4, 24/8 3 അല്ലേ? നോക്കിയാൽ നിങ്ങൾ നോക്കാം. 4 × 6 24, 6 × 4 24, 8 × 3 24 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട റേഷ്യോ ഇതാണ് 6:4:3. അപ്പോൾ നിങ്ങൾ
2600 ഈ റേഷ്യോയിൽ മുറിച്ചാൽ മതി. 6:4:3 റേഷ്യോയിൽ മുറിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര പീസ് ആകണം? 6 + 4 10, 10 + 3 13 പീസ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക 13 യൂണിറ്റ് ആണ് 2600 അല്ലേ? അപ്പം 1 യൂണിറ്റ് എത്രയാണ്? സിമ്പിളാണ്, 200 ആണ്. നിങ്ങൾക്ക് എത്ര യൂണിറ്റ് വേണ്ടത്? 4% കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ് ആണ്. 6 × 200 1200. ഇതാണ് ഞങ്ങളുടെ ആൻസർ. 1200. ഇപ്പോൾ 6-ന് കറസ്പോണ്ടിങ് 4% കറസ്പോണ്ടിങ് 6 യൂണിറ്റ് വരിക. 6 × 200. അപ്പോൾ നിങ്ങൾ ടോട്ടൽ മനസ്സിലാക്കുക. 6 + 4 + 13 ടോട്ടൽ നമ്മൾ 13 യൂണിറ്റ് ആക്കണം. 13 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 2600 ആണ്. ഇപ്പോൾ ഒരു യൂണിറ്റ് 200 വരും അല്ലേ? ഒരു യൂണിറ്റ് 200. ഇപ്പോൾ 6 യൂണിറ്റ് ആണെങ്കിൽ അല്ലേ? 6 യൂണിറ്റ് ആണ്. 4% റെസ്പോണ്ടിങ് 6 യൂണിറ്റ് ആണ്. 6 × 200 1200. ഓപ്ഷൻസ് 1200. നിങ്ങളുടെ 8% ആവശ്യമാണ് നിങ്ങൾക്ക് 3 യൂണിറ്റ് വരിക. 3 × 200 600 വരും. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കി. ഈ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2600 കിട്ടും. അത് 1200 ഇവിടുത്തെ വാല്യൂ കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ആൻസർ കിട്ടും. ഇവിടെ 1200 800 600 ആഡ് ചെയ്താൽ 2600. ഈ അപ്രോച്ചിൽ ഉപയോഗിക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അപ്രോച്ച് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഈ അപ്രോച്ച് ഒന്നും കൂടെ നിങ്ങൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസും കൂടെ വേണം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായതിനു ശേഷം നമുക്ക് പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിത്തിൻ 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരണം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യും. നമുക്ക് കോഴ്സ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആപ്പ് വഴി ക്ലാസ് നോട്ട്സ് ആപ്പ് വഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോച്ചിങ് ആഗ്രഹമുള്ള ആൾക്കാരെ നമ്മൾ കോൺടാക്ട് നമ്പർ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മെത്തേഡിൽ നമുക്ക് എങ്ങനെ QA സോൾവ് ചെയ്യാം, ആ അപ്രോച്ചിലാണ് എടുക്കുക. അല്ലാതെ നിങ്ങളോട് ഷോർട്ട് കട്ട് ഫോർമുല ബൈ ഹാർട്ട് പഠിക്കാൻ ഒരിക്കലും പറയുന്നില്ല. മെത്തേഡ്സിനാണ് പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.